വിഭാഗീയത രൂക്ഷമായ ആലപ്പുഴയിൽ നിന്നിതാ ഒരു CPM നേതാവ് പാർട്ടി വിട്ട് BJPയിൽ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമായ ബിപിൻ സി ബാബുവാണ് BJPയിൽ ചേർന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന BJPയുടെ പുനഃസംഘടനാ നേതൃയോഗത്തിലേക്ക് എത്തിയാണ് ബിപിൻ സി ബാബു BJP അംഗത്വം എടുത്തതും. സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ബിപിനെ സ്വീകരിക്കുകയും ചെയ്തു. ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗിന്റെ സാന്നിധ്യത്തിലായിരുന്നു ബിപിന്റെ BJP പ്രവേശനം. ആലപ്പുഴയിൽ പാർട്ടിയിൽ വിഭാഗീയത ഏറ്റവും രൂക്ഷമായ കായംകുളം മേഖലയിൽ നിന്നുള്ള ബിപിൻ പാർട്ടി വിട്ടത് CPMന് കനത്ത തിരിച്ചടിയാണ്. ഇടതുപക്ഷ മതനിരപേക്ഷ സ്വഭാവം CPMന് നഷ്ടപ്പെട്ടുവെന്നും വർഗീയ ശക്തികളാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്നും ബിപിൻ സി ബാബു ആരോപിച്ചു. CPMന്റെ മതനിരപേക്ഷത സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. CPM ഇപ്പോൾ ഒരു കോക്കസിന്റെ കയ്യിലേക്ക് മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സമ്മേളനം കഴിയുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് പേർ ഈ പാർട്ടി ഉപേക്ഷിച്ചു പോകും. രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ മതനിരപേക്ഷ സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പോൾ സാധാ BJP മെമ്പറാകാൻ എനിക്കൊരു ഓഫറും കിട്ടിയിട്ടില്ല. നമ്മുടെ രാജ്യത്ത് മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികളാണ് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലാകൃഷ്ടനായിട്ടാണ് ഞാൻ BJPയിൽ അംഗത്വം സ്വീകരിച്ചിട്ടുള്ളത്. റോഷിപാൽ ചേരുന്ന വിശദാംശങ്ങളുമായി. റോഷിപാൽ, ആലപ്പുഴയിൽ കടുത്ത വിഭാഗീയതയുണ്ട്, ഒരു കോക്കസ് ഉണ്ട്, അതാര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു കോക്കസ് ആണ് എന്നൊക്കെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ബിപിൻ ഇപ്പോൾ CPM വിട്ട് BJPയിൽ ചേർന്നിരിക്കുന്നത്. വിനീത, വിഭാഗീയത രൂക്ഷമായിരിക്കുന്ന ആലപ്പുഴയിൽ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ആലപ്പുഴയിലെ യുവ നേതാവായ ബിപിൻ സി ബാബുവിൻ്റെ ഈ കൂടുമാറ്റം. BJP സംസ്ഥാന നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷമാണ് ബിപിൻ ബാബു നേരെ BJP പാളയത്തിൽ അഭയം തേടുന്നത്. ഏതായാലും നേരത്തെ തന്നെ അവിടെ പ്രാദേശികമായുള്ള ചില പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ബിപിനെതിരെ നടപടിയുണ്ടായിരുന്നു. ആ നടപടിക്ക് ശേഷം തിരിച്ച് പാർട്ടി സ്ഥാനങ്ങളിലേക്ക് ഏരിയ കമ്മിറ്റി അംഗമായി തിരിച്ചെത്തിയെങ്കിലും നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം ബിപിൻ സി ബാബുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നത്. കുറച്ചു കാലമായി പാർട്ടിയിൽ സജീവമല്ല. നേരത്തെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷനായിരുന്നു, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനവും ഒപ്പം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ ജില്ലാ അധ്യക്ഷ പദവിയിലും സംസ്ഥാന നേതൃപദവിയിലുമൊക്കെ നിന്ന ആലപ്പുഴയിലെ CPM നേതൃത്വത്തിൻ്റെ ഒരു പ്രതീക്ഷയുള്ള നേതാവ് കൂടിയായിരുന്നു ബിപിൻ. ഏതായാലും ഈ വിഭാഗീയതയുടെ തുടർച്ചയായി തന്നെയാണ് BJP പാളയത്തിലേക്ക് എത്തിച്ചേരുന്നതും. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പേർ CPM വിട്ടുപോകാതിരിക്കാനുള്ള മുൻകരുതൽ സ്വാഭാവികമായി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ ഇത് അവിടെ ഒരു നടപടി ബിപിൻ്റെ പേരിൽ ഉണ്ടായതിൻ്റെ ഒരു വൈരാഗ്യവും അതിനെ തുടർന്ന് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബിപിൻ പാർട്ടി വിടുമെന്ന് നേരത്തെ തന്നെ കണക്കുകൂട്ടിയിരുന്നു എന്നൊക്കെയാണ് ഔദ്യോഗിക നേതൃത്വം പറയുന്നത്. ഏതായാലും ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. റോഷിപാൽ, പക്ഷേ ബിപിനെതിരെ നേരത്തെ ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഭാര്യയുടെ ഉൾപ്പെടെ പരാതി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊക്കെ അന്വേഷണം തുടരുന്നതിനിടയിലാണ് പാർട്ടി വിട്ടിരിക്കുന്നത്. നേരത്തെ ഭാര്യയുടെ പരാതിയിൽ ബിപിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടായിരുന്നു പാർട്ടി നേതൃത്വം നടപടി സ്വീകരിച്ചത്. പക്ഷേ തിരിച്ച് സസ്പെൻഷനിലായിരുന്ന ബിപിൻ പാർട്ടി നേതൃപദവിയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. അന്ന് മുതൽ തന്നെ നേതൃത്വവുമായി ബിപിൻ ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. ആ നടപടിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം ബിപിനുണ്ടായിരുന്നു. അത് ഏകപക്ഷീയമായ നടപടി എന്ന വിമർശനമായിരുന്നു ബിപിൻ ഉയർത്തിയത്. പക്ഷേ ഈ കാര്യത്തിൽ പാർട്ടി വളരെ കൃത്യമായ പരിശോധന നടത്തിയതിന് ശേഷമാണ് നടപടി സ്വീകരിച്ചതെന്ന് ഔദ്യോഗിക നേതൃത്വവും വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും അന്ന് ഈ നടപടിക്ക് പിന്നാലെ തന്നെ BJP നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിരുന്നു ബിപിൻ. BJP പാളയത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്നു എന്നടക്കമുള്ള വാദങ്ങൾ CPM നേതൃത്വം ഉയർത്തുന്നുണ്ട്. ഏതായാലും ബിപിൻ എന്ന CPMൻ്റെ ആലപ്പുഴയിലെ യുവ നേതാവിനെ അവിടെ നിർത്താൻ പാർട്ടി ആശയങ്ങൾ ഫോളോ ചെയ്യുന്ന ബിപിനെ പാർട്ടിക്കൊപ്പം നിർത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. അത് വലിയ വീഴ്ചയായും അല്ലെങ്കിൽ അത് വലിയ പരാജയമായി തന്നെ നേതൃത്വം വിലയിരുത്തുന്നുമുണ്ട്. മാത്രമല്ല, ഒരു യുവ നേതാവ് BJP പാളയത്തിലേക്ക് പോകുമ്പോൾ അത് വലിയ സന്ദേശം, തെറ്റായ സന്ദേശം നൽകും. അത് ഫാസിസ്റ്റ് കക്ഷികളുമായി ചേർന്ന് പോകാൻ CPMലെ യുവ നേതാക്കൾ തയ്യാറാകുന്നു എന്നത് ഭാവിയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. അത് പ്രചരണമായി മാറിക്കഴിഞ്ഞാൽ എന്ന വിലയിരുത്തൽ CPM നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ പേർ ആലപ്പുഴയിൽ നിന്നും ബിപിനൊപ്പം പാർട്ടി വിട്ടുപോകാതിരിക്കാനുള്ള മുൻകരുതലാകും നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ബിപിനെ പൂർണ്ണമായും നേതൃത്വം തള്ളിപ്പറയുന്നുണ്ട്. ഇത് അങ്ങനെ ഒരു വിഭാഗീയതയുടെ ഭാഗമല്ല, വ്യക്തിപരമായ ചില പ്രശ്നങ്ങളാണ് ബിപിനെ BJP പാളയത്തിലേക്ക് എത്താൻ കാരണമായത് എന്നടക്കമുള്ള വിശദീകരണമാണ് CPM നേതൃത്വം നൽകുന്നത്. ശരി, റോഷിപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.